നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്തിക്കഴിഞ്ഞു. ഞാൻ പറയേണ്ടായിരുന്നത് നിയമസഭയിൽ പാസ്സാവട്ടെ, നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നത് അത് നമ്മളുടെ പഞ്ചായത്തുകളും നമ്മുടെ വാർഡ്സിലും നമ്മുടെ കൗൺസിലർമാരുടെയും പ്രവർത്തനമാണ്. അതിനെ ആദരിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം പറയട്ടെ. നിങ്ങളെല്ലാവർക്കും ഇവിടെ അറിയാമല്ലോ, ഈ മഹാപഞ്ചായത്ത് കഴിഞ്ഞാൽ 3 മാസത്തിൻ്റെ അകത്ത് ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ വമ്പിച്ച ഭൂരിപക്ഷം നമ്മളുടെ വേലിയാണ്. അതൊരു വലിയൊരു വൃക്ഷം നമ്മൾക്ക് കെട്ടിക്കണം. നിങ്ങൾക്ക് ജനങ്ങളുടെ അടുത്ത് സമ്പർക്കം ചെയ്യാൻ അവസരമുണ്ടായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ആ സമ്പർക്കം ഇനി അടുത്ത 3 മാസം ഇനിയും കാണണം. ഞാൻ പറഞ്ഞില്ലേ, കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സമ്പർക്കം, അത് ജനങ്ങളോടൊപ്പം മനുഷ്യന്മാരുടെ കണക്ടിവിറ്റിയാണ് പ്രാധാന്യം. അതുകൊണ്ട് ഒരിക്കലും കൂടി നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു സുഭദ്ര കേരളയ്ക്ക് വേണ്ടി UDF നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അത്യാവശ്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ രാജ്യത്തിൽ എല്ലാവരെയും ഒരേപോലെ കണ്ടിട്ട് കൊണ്ടുപോകണം. നമ്മളെ ഭിന്നിക്കാൻ ചിലവർ ശ്രമിക്കുന്ന സമയത്തിൽ നമ്മളെല്ലാവരെയും ഒരേപോലെ കണ്ടിട്ട് എല്ലാവരുടെയും വികസനത്തിന് വേണ്ടി, എല്ലാവരെയും ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിൽ ജാതി മതം ഒന്നും നോക്കാതെ നമ്മളെല്ലാവർക്കും വേണ്ടി നമ്മുടെ സന്ദേശം എത്തിക്കണം. നിങ്ങളെല്ലാവരെയും സേവനത്തിൽ, വികസന കാര്യങ്ങളെല്ലാത്തിനും നിങ്ങൾ ഇതൊന്നും നോക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ സേവനം, നിങ്ങളുടെ ഭരണം കിട്ടിയ സ്ഥലത്തിലൊക്കെ അതായിരിക്കും നമ്മുടെ എല്ലാം വെച്ച് നല്ല സന്ദേശം. കോൺഗ്രസ് പാർട്ടി ജനസേവനത്തിന് ഇറങ്ങുന്ന ഒരു പാർട്ടിയാണ്. നമ്മൾ വെറും കുറ്റം പറയുന്ന കുറ്റം കണ്ടുപിടിക്കുന്ന പാർട്ടി മാത്രമല്ല, നമുക്ക് എല്ലാ വീട്ടിലും വികസനത്തിന് സന്ദേശം എത്തിക്കാനൊരു കഴിവുണ്ട്. നമ്മൾ ഐക്യത്തിൻ്റെ പാർട്ടിയാണ്, ഭിന്നിക്കുന്നൊരു പാർട്ടിയല്ല. നമ്മൾ പ്രവർത്തനത്തിൻ്റെ ഒരു പാർട്ടിയാണ്, വെറും മുദ്രാവാക്യങ്ങളുടെ പാർട്ടിയല്ല. ഇത് മാത്രം പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരുടെയും സേവനത്തിൽ ഒരിക്കലും കൂടി നന്ദി പറഞ്ഞ് ഇനി വരാൻ പോകുന്ന മാസങ്ങളിലും വർഷങ്ങളും ജനപ്രതിനിധികളായിട്ട് നന്നായി സേവനം ചെയ്തും കൂടി പറയട്ടെ.